ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിൻ്റെ കുടുംബം ഛിന്നഭിന്നമായിരിക്കുന്നുവെന്നാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബഹാവൽപൂരിലെ ഇന്ത്യൻ വ്യോമസേന നടത്തിയിരിക്കുന്ന ഈ വ്യോമ ആക്രമണത്തിലാണ് ഈ മസൂദ് അസറിൻ്റെ കുടുംബം ഛിന്നഭിന്നമായിരിക്കുന്നതെന്ന് ഈ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ മസൂദ് ഇല്യാസി കശ്മീരി ഇപ്പോൾ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമാൻഡർ നടത്തിയിരിക്കുന്ന സംഭാഷണം ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഒരുപറ്റം ഭീകരർക്കിടയിൽ ആയുധധാരികളായ ഭീകർക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഈ ഇല്യാസ് കശ്മീരി നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വളരെ സജീവമായി തന്നെ പ്രചരിക്കുകയുമൊക്കെ ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിൻ്റെ കുടുംബത്തിന് ഓപ്പറേഷൻ സിന്ദൂറിന് ഇടയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് മൗലാന മസൂദ് അസർ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് കുടുംബം തന്നെ പൂർണ്ണമായും ഛിന്ന ഭിന്നമായിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരന് തന്നെ ഈ സ്വയം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടലിനെ ഇന്ത്യ ശക്തമായി എതിർത്തിരിക്കുന്നുവെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഇഷാഖ് ദർ ഈ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോനെ താൻ ബന്ധപ്പെട്ടപ്പോൾ ഈ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നുവെന്ന് പറഞ്ഞതായാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് തൻ്റെ ഇടപെടൽ കാരണമാണ് ഈ യുദ്ധം അവസാനിച്ചതെന്നാണ്. പക്ഷേ ഇന്ത്യ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ അംഗീകരിക്കില്ല എന്ന് കൃത്യമായി തന്നെ അമേരിക്കയെ അറിയിച്ചിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ധറിൻ്റെ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ അവകാശവാദങ്ങളെ തള്ളുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.